എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ. തിയറീസ് ഓഫ് ലേണിംഗ് MCQs. അഡോളസൻറ്റ് സൈക്കോളജിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ, ഡാഷ് ഈസ് ദ ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം. ഓപ്ഷൻസ് ആർ ഒസുബെൽ, ജെറോം ബ്രൂണർ, ജീൻ പിയാഷെ ആൻഡ് വൈഗോട്സ്കി. ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷേ തെറ്റിക്കാനും സാധ്യതയുണ്ട്. Father of constructivism is none other than Jean Piaget. Then what about Vygotsky? Lev Vygotsky എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. ഓക്കെ, ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം ജീൻ പിയാഷെ, ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ലെവ് വൈഗോട്സ്കി. ഓസുബലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? യെസ്, മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്. ദെൻ വാട്ട് അബൌട്ട് ബ്രൂണർ? ജെറോം ബ്രൂണർ എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ 3 സ്റ്റേജസ് ഉണ്ട്, നമുക്കറിയാം. ഏതൊക്കെയാണ്? ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. ആ കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ ഹീ കോയിൻ ദ ടേം സ്കഫോൾഡിങ്, പിന്നെ സ്പൈറൽ കരിക്കുലം. ഇതൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കേണ്ടത് നല്ലതാണ്, പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടും. ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം ജീൻ പിയാഷെ, ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ലെവ് വൈഗോട്സ്കി, മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ഓസുബെൽ, ജെറോം ബ്രൂണറിൻ്റെ 3 സ്റ്റേജസ്, സ്പൈറൽ കരിക്കുലം, ദെൻ coin term scaffolding. And the second one is zone of proximal development, introduced by options are Ivan Pavlov, Jerome Bruner, Jean Piaget and Vygotsky. Zone of proximal development ZPD എന്ന് പറയും. ZPD ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? യെസ്, ലെവ് വൈഗോട്സ്കി. ഇപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഗ്രാഫിൻ്റെ കാര്യം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഗ്രാഫ് പറയുകയാണെങ്കിൽ ഏതൊരു കുട്ടിക്കും കറണ്ട് എബിലിറ്റി ലെവൽ ഉണ്ടാവും. ആ കറണ്ട് എബിലിറ്റി ലെവലിനെ ഉയർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടീച്ചറിന് സപ്പോർട്ട് വേണ്ടി വരും. ടീച്ചറാവാം, റിലേറ്റീവ് ആവാം, ആരാവാം. നമ്മളതിനെ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നു. കറണ്ട് എബിലിറ്റി ലെവലുള്ള കുട്ടീനെ സ്കഫോൾഡ് ചെയ്ത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തിക്കുന്നു. The difference between or the gap between these two levels, current ability level and potential ability level, is called ZPD, zone of proximal development. Zone of proximal development introduce ചെയ്തത് ലെവ് വൈഗോട്സ്കി ആണ്, ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. നേരത്തെ ചോദ്യം നമ്മൾ പറഞ്ഞ കാര്യമാണ്, അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ മറന്നു പോകില്ല. ആൻഡ് ദ തേർഡ് വൺ, കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂം ഈസ് ഡാഷ്. ഓപ്ഷൻസ് ആർ ടീച്ചർ സെൻറ്റേഡ്, pupil centered, activities centered and question centered. നമുക്കിതിൻ്റെ ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ, ടീച്ചിങ് മെത്തേഡിൻ്റെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ആദ്യം ബിഹേവിയറിസ് ആണ് ഉണ്ടായിരുന്നത്. ബിഹേവിയറിസ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. സെക്കൻഡ് വൺ കോഗ്നിറ്റിവിസം. ബിഹേവിയറിസത്തിന് ശേഷം കോഗ്നിറ്റിവിസം വന്നു. എംഫസൈസ് ദ റോൾ ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ് ഇൻ ലേണിംഗ്. മൂന്നാമത്തെ സ്റ്റേജാണ് കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുകയാണെങ്കിൽ ലേണിംഗ് ആസ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആണ്. അവിടെ കൂടുതലായിട്ടും ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുകയാണെങ്കിൽ മെൻറ്ററാണ്, ഫെസിലിറ്റേറ്ററാണ്. കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്യൂപ്പിൾ സെൻറ്റേഡ് ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ക്ലാസ് റൂം എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ബിഹേവിയറിസം, ദെൻ കോഗ്നിറ്റിവിസം ആൻഡ് തേർഡ് വൺ കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസത്തിൽ ടീച്ചർ മെൻറ്ററാണ്, ഗൈഡാണ്, ഫെസിലിറ്റേറ്ററാണ്. അവിടെ കൂടുതൽ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് പ്യൂപ്പിളാണ്. സോ ദാറ്റ് ഈസ് പ്യൂപ്പിൾ സെൻറ്റേഡ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വൽ ഇൻറ്റേർണൽ കൺസ്ട്രക്ഷൻസ് ഓഫ് നോളജ്. ഹൂസ് ഐഡിയ ഈസ് ഇറ്റ്? ഓപ്ഷൻസ് ആർ റോബർട്ട് ഗാഗനെ, തൊണ്ടേക്ക്, ഡേവിഡ് ഓസുബെൽ ആൻഡ് ജീൻ പിയാഷെ. ഗാഗനേസിൻ്റെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് തിയറി പഠിച്ചിട്ടുണ്ട്. തൊണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ പഠിച്ചിട്ടുണ്ട്. ഡേവിഡ് ഓസുബെലിൻ്റെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് പഠിച്ചിട്ടുണ്ട്. ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ലേണിംഗ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫാദർ ഓഫ് കൺസ്ട്രക്റ്റീവ്സ് ആണ്. അതൊക്കെ ഓർത്ത് വയ്ക്കാം. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ചോദ്യം എന്താണ്? ചോദ്യം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ആരാ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബിഹൈൻഡിൽ ആരാണുള്ളത്? ദാറ്റ് ഈസ്
ജീൻ പിയാഷെ ആണ് കേട്ടോ. The statement is focuses on individual internal constructions of knowledge. Whose idea is it? Jean Piaget. And the fifth one is the mind can be viewed as an information processing system. Options are humanistic, cognitive, behavioral and biological. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. ചോദ്യം ഒന്നുകൂടി വായിക്കാം. The mind can be viewed as an information processing system. Answer is cognitive. Okay. And the sixth one, which are the two principles to guide the organization of content and make students cognitive structure? Options are principle of integrative differentiation, principle of progressive differentiation, principle of progressive reconciliation and principle of integrative reconciliation. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്. ടു പ്രിൻസിപ്പിൾസിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഓസുബലിൻ്റെ മീനിങ് വെർബൽ ലേണിംഗ് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് റോട്ട് ലേണിംഗ് ആൻഡ് മീനിങ് ലേണിംഗ് ഇസ് ടോട്ടൽ ഡിഫറെൻറ്റ്. ആദ്യം ഉണ്ടായിരുന്നത് റോട്ട് ലേണിംഗ് ആയിരുന്നു. ഓസുബൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മീനിങ് ലേണിംഗ് ആണ്. പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കണമെങ്കിൽ അടുത്ത മനസ്സിലാക്കി പഠിക്കണം. ആ കാര്യം ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ മീനിങ് വെർബൽ ലേണിംഗ് കറസ്പോണ്ട്സ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ടു കോൺസെപ്റ്റ് ലേണിംഗ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫങ്ഷണൽ ഇൻറ്റേർണലൈസേഷൻ ഓഫ് ദി വെർബൽ മെറ്റീരിയൽ പ്രസൻറ്റഡ് ടു ലേണേഴ്സ് ആൻഡ് ഒക്കേഴ്സ് ത്രൂ എന്താ വരും ഉത്തരം? That is principle of progressive differentiation and principle of integrative reconciliation. ആദ്യം ഉണ്ടായിരുന്നത് റോട്ട് ലേണിംഗ് ആയിരുന്നു, മഗിങ് അപ്പ് ആയിരുന്നു. അത് മാറി പിന്നീട് എന്തായിട്ട് മാറി? മീനിങ് വെർബൽ ലേണിംഗ് ആയി. അടുത്ത മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിൽ നിൽക്കുകയും ആവശ്യം വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്, പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേറ്റീവ് റീകൺസിലേഷൻ. ആൻഡ് ദ സെവൻത് വൺ ഈസ് this is an example of text organizer. Options are concept map, Venn diagram, guided notes and thinking map. Answer is guided notes. ഇപ്പോൾ ഗൈഡഡ് നോട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗൈഡഡ് നോട്ട്സ് ആർ ടീച്ചർ പ്രിപ്പയർഡ് ഹാൻഡ് ഔട്ട്സ് ദാറ്റ് ഔട്ട്ലൈൻ ലെക്ചേഴ്സ്, ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻസ് ഓർ റീഡിങ്സ്. ഇവിടെ ടെക്സ്റ്റ് ഓർഗനൈസറിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഗൈഡഡ് നോട്ട്സ് ആണ്. ആൻഡ് ദ എയ്ത്ത് വൺ ഈസ് വെർബാറ്റിം മെമ്മറൈസേഷൻ ഈസ് ദ സെയിം ആസ് ഡാഷ്. ഓപ്ഷൻസ് ആർ ഡിസ്കവറി ലേണിംഗ്, റിസപ്ഷൻ ലേണിംഗ്, മീനിങ് ലേണിംഗ് ആൻഡ് റോട്ട് ലേണിംഗ്. വെർബാറ്റിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വെർബോസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ റോട്ട് ലേണിംഗ് ആയിരിക്കും, മഗിങ് അപ്പ് ആയിരിക്കും ഉണ്ടാവുക, കാണാപ്പാടം, ബൈ ഹാർട്ട്. ആൻഡ് ദ നയൻത്ത് വൺ ഈസ് തിയറി ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ. തിയറി ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. ഓപ്ഷൻസ് ആർ ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, സോഷ്യോ കൾച്ചറൽ ആൻഡ് നൺ ഓഫ് ദി അബോവ്. ആൻഡ് ദ ആൻസർ ഈസ് സോഷ്യോ കൾച്ചറൽ. ഇപ്പോൾ ഇതിന് മുമ്പായിട്ട് ഒരു കാര്യം ഓർത്ത് വയ്ക്കണം. കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു 8-9 എണ്ണം, 10 എണ്ണം ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണത്? കോപ്പറേറ്റീവ് ലേണിംഗ് ഉണ്ട്, കൊളാബറേറ്റീവ് ലേണിംഗ് ഉണ്ട്, പിയർ ട്യൂട്ടറിംഗ് ഉണ്ട്, കോൺസെപ്റ്റ് ലേണിംഗ് ഉണ്ട്, ഡിസ്കവറി ലേണിംഗ് ഉണ്ട്, ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്, റെസിപ്രോക്കൽ ടീച്ചിങ് ഉണ്ട്, കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് ഉണ്ട്, എൻഗേജ് ലേണിംഗ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് കൂടി ഓർത്തെടുക്കുന്നതും പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യും നല്ലതായിരിക്കും പരീക്ഷയ്ക്ക്. ഇവിടുത്തെ ചോദ്യം തിയറി ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യോ കൾച്ചറൽ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 10th one, what are blended learning models? Options are flipped classroom, whole group rotation, situations rotation and all of the above. And the correct option is all of the above. Blended learning എന്ന് പറയുമ്പോൾ എന്താണ്? കോംബോ ഓഫ് ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. ഓൺലൈനും ഓഫ്ലൈനും ഉള്ളൊരു ലേണിങ്ങിനെ പറയുന്ന പേരാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഫ്ലിപ്ഡ് ക്ലാസ് റൂം വരുന്നുണ്ട്, ഓൾ ഗ്രൂപ്പ് റൊട്ടേഷൻ വരുന്നുണ്ട്, സിറ്റുവേഷൻ റൊട്ടേഷൻ വരുന്നുണ്ട്. ഏകദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇപ്പോൾ COVID-19 കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ലേണിങ്ങും ബ്ലെൻഡഡ് ലേണിംഗ് ആണ്. ബിക്കോസ് വി വാണ്ട് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് 10 ക്വസ്റ്റ്യൻസ് ആണ് അഡോളസെൻ്റ് സൈക്കോളജിയുടെ കീഴിൽ വരുന്ന സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിംഗ്. വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള സെഷനാണ് ഇതെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.